ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. എല്ലാവരും സേഫായിട്ടിരിക്കും, ഹാപ്പി ആയിട്ടിരിക്കും. ഇത് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരു ഫ്രൈ ചെയ്യാം. ബീഫ് സ്റ്റീക്ക് ഫ്രൈ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. സ്ലൈസായിട്ട് ബീഫ് കട്ട് ചെയ്തെടുക്കുക. അടിച്ച് പരത്തിയെടുത്ത ബീഫിൽ നമുക്കിനി മസാല പുരട്ടാം. മസാല എന്തൊക്കെയാണ് കൂട്ടുമെന്ന് വെച്ചാൽ വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക്, പച്ചമല്ലി, ഗ്രീൻ ചില്ലി ഇതും കൂടി നല്ലതുപോലെ മിക്സിയിലിട്ട് അരച്ചിട്ട് നമ്മൾ ഈ കഴുകി തുടച്ച് വെച്ചേക്കുന്ന ഈ ബീഫിലോട്ട് നമ്മൾ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ എല്ലാ ബീഫിലും നല്ലതുപോലെ തേച്ച് പിടിക്കുക. അതങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇതിന് കോമ്പിനേഷനായിട്ട് അപ്പം ഉണ്ടാക്കാം. നല്ലതുപോലെ അപ്പം ബാറ്റർ എടുത്തു ഒരു കല്ലപ്പം മോഡലിൽ നമുക്ക് ചട്ടിയിൽ ദോശക്കല്ലാട്ടോ, അപ്പച്ചട്ടിയില്ല ദോശക്കല്ല് നമുക്ക് ഒഴിച്ച് നല്ലതുപോലെ അപ്പം ഉണ്ടാക്കി എടുക്കാം. നല്ല കള്ളപ്പം ഒരു പാത്രത്തിലോ ചൂടോ അപ്പം ഇങ്ങനെ മാറ്റി വെക്കണം. എന്നിട്ട് നമ്മളൊരു വലിയ പാൻ അടുപ്പി വെച്ചു, എണ്ണ ഒഴിച്ചു. അതിൻ്റെ അകത്ത് നമ്മൾ എന്താ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണിക്ക് ഇടുന്ന രമ്പയിലല്ലേ, അതൊരു 2-3 കഷ്ണം രമ്പയില ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മണമാട്ടോ. നമുക്ക് ആ ഫ്ലോർ മൊത്തത്തിൽ നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പുരട്ടി വെച്ചേക്കുന്ന ബീഫ് ഓരോന്നായിട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. അവസാനം നമുക്ക് ഈ ബീഫ് ഈ ഒരു സ്ട്രൈക്ക് മോഡലിൽ കിട്ടും. നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സോഫ്റ്റും ഭയങ്കര ടേസ്റ്റാണ്. ഒന്ന് അടിപൊളിയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വേറെ ലെവലാണ് മക്കളെ. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചെറിയ പീസാക്കാം, അല്ലെങ്കിൽ അങ്ങനെയും കഴിക്കാം. നമ്മുടെ ബീഫ് സ്ട്രീക്ക് ഫ്രൈ റെഡി. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.